പലചരക്കടക്കാരൻ വില്ലേജ് ഓഫീസർ അഭിനന്ദിക്കുന്നു. അതെന്തായാലും കൊള്ളാം. വില്ലേജ് ഓഫീസർ എന്ന നിലയിലല്ല, ഒരു നാടകകൃത്ത് എന്ന നിലയിലാണ് എന്നെ മാധവൻകുട്ടി ഇപ്പൊ ഈ അഭിനന്ദിച്ചത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി വായനശാലക്കാർ അവതരിപ്പിക്കുന്ന നാടകം ഞാൻ എഴുതിയതാണെന്ന് മാധവൻകുട്ടി ഇപ്പോഴാണ് അറിയുന്നത്. നാടകത്തിന്റെ റിഹേഴ്സൽ വായനശാലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ നാടകം കണ്ടപ്പോ എന്നെ അഭിനന്ദിക്കണം, അഭിനന്ദിച്ചേ മതിയാകൂ എന്ന് മാധവൻകുട്ടിക്ക് തോന്നി. അത്ര ഉണ്ടായിരുന്നുള്ള കാര്യം അത് ചെറിയ കാര്യമാണോ? അമേ, ഈ നാട്ടിലെ ഓണാഘോഷത്തിന് ഒരു പുതിയ നാടകം വേണം എന്ന് തോന്നിയപ്പോ വായനശാലക്കാർ നേരെ വന്നത് വില്ലേജ് ഓഫീസിലേക്കാണ്. അതെന്തുകൊണ്ടാ? വില്ലേജ് ഓഫീസർ ഒരു നാടക കമ്പനിയാണെന്ന് അവർക്ക് തോന്നിട്ടുണ്ടാവും. അതുകൊണ്ടല്ല, വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറ് സാഹിത്യത്തിലൊക്കെ വലിയ പിടിപാടുള്ള ആളുകൂടിയാണ് എന്ന സത്യം അവർക്കറിയാന്നുള്ളതുകൊണ്ട്. അവര് വന്ന് എന്നോട് പറഞ്ഞെന്നറിയാമോ ഭാമേ? എന്താ? ഈ നാട്ടിൽ ഒരു നാടകം എഴുതാൻ തക്ക സാമർഥ്യമുള്ള ഒരേ ഒരാൾ കെ മോഹനേഷ് സാറാണ്. നിനക്ക് എന്റെ അത്തരം കഴിവുകളെ പറ്റി ഒരു ബഹുമാനം ഉണ്ടാവില്ലല്ലോ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലാണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ. പക്ഷേ എനിക്ക് ഒരു സാധാ വക്കീലായ നിന്റെ അംഗീകാരത്തിന്റെ ആവശ്യമില്ല. ഓണാഘോഷത്തിന് എന്റെ നാടകം സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാവും മോഹനേഷൻ ആരാണ് എന്ന്. എങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസർ പണി രാജിവെച്ചിട്ട് നമുക്കൊരു നാടക ട്രൂപ്പ് തുടങ്ങിയാലോ? നാടകം എഴുത്ത് മാത്രമാക്കണ്ട, നാടക സംവിധാനം, നായകനായിട്ടുള്ള അഭിനയം, അങ്ങനെയല്ല. എന്റെ മോഹനേട്ടൻ ഒരു സകലകലാ വല്ലഭനല്ലേ? ഇതിനുള്ള മറുപടി എന്റെ കയ്യിലുണ്ട്. അതിനുമുമ്പ് വന്ന ആരാണെന്ന് നോക്കട്ടെ. ചിലപ്പോ ആരെങ്കിലും പുതിയ നാടകം ബുക്ക് ചെയ്യാൻ വന്നായിരിക്കും. മരിച്ചുപോയ നിന്റെ അച്ഛന്റെ ആത്മാവ്. പക്ഷേ നരകത്ത് കളിക്കാനുള്ള നാടകം എന്റെ കയ്യിലില്ല. ഭാമേ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തുക എന്ന് നീ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ നീ ചെയ്തത് അതാണ്. ഞാൻ എഴുതിയ നാടകത്തെ പറ്റി മാധവന് കുട്ടി നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ പറയുന്നു ഫോണിലല്ലേ പറഞ്ഞത്, നീ കേട്ടില്ല എന്ന്. ഇപ്പൊ സുന്ദരേശൻ നേരിട്ട് വന്ന് എന്റെ നാടകത്തെ പറ്റി പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നത് നീ കേട്ടല്ലോ. കേട്ടു. ഇനിയെങ്കിലും നീ അസൂയ മാറ്റി വെച്ചിട്ട് എന്നെ അംഗീകരിക്കാനുള്ള മനസ്സ് കാണിക്കണം. നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ ഉണ്ടായിട്ടും വായനശാലക്കാർ ഒരു നാടകം എഴുതിക്കാൻ കെ മോഹനേഷ് സാറിന്റെ അടുത്താണ് വന്നത്. ഞാൻ എഴുതിയ നാടകം അതിഗംഭീരമായിരുന്നുവെന്ന് സുന്ദരേശൻ ഇവിടെ വന്ന് പറഞ്ഞ് നീ കേട്ടല്ലോ. സുന്ദരേശൻ വന്നത് നാടകം നല്ലതാണ് എന്ന് പറയാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് സുന്ദരേശനെ എത്രയോ കാലങ്ങളായിട്ട് അറിയാം മോനേട്ടാ. ഒരു നാടകത്തിനെ പറ്റി അഭിപ്രായം പറയാനുള്ള സാമർത്ഥ്യമൊന്നും സുന്ദരേശന് ഇല്ല. അത് നീ തീരുമാനിച്ച പോരല്ലോ. സുന്ദരേശൻ വേറെന്തെങ്കിലും പറഞ്ഞു? വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. സുന്ദരേശൻ കേശവരുടെ സ്ഥലം വാങ്ങിയായിരുന്നു. ആ സ്ഥലത്തിന് പോക്കവറേജ് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് ഒറിജിനൽ കാര്യം. സുന്ദരേശന് ആധാരം പോക്കുവരവ് ചെയ്യണം. അതിന് മോഹനേട്ടനെ വന്ന് കാണാനിരിക്കുമ്പോഴാണ് നാടകത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ പിന്നെ വേഗം ഇങ്ങോട്ട് വന്ന് നാടകത്തെ കുറിച്ച് 4 ഡയലോഗ് അങ്ങ് പറഞ്ഞു. സുന്ദരേശൻ വിചാരിച്ചത് കൃത്യമായിട്ട് അങ്ങ് നടന്നു. അയാളുടെ പോഴത്തിൽ മോഹനേട്ടൻ വീണ് പോക്കുവരവ് ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ പുകഴ്ത്തിയത് കൊണ്ട് പോക്കുവരവ് ചെയ്ത് കൊടുക്കുന്ന ആളല്ല ഞാനെന്ന് സുന്ദരേശൻ അറിയാലോ. അതും ശരിയാണ്. പക്ഷേ വില്ലേജ് ഓഫീസർ ഒന്ന് സോപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വിശേഷം ഉണ്ടാവുന്ന സുന്ദരേശൻ അറിയാലോ. അറിഞ്ഞൂടെ? എന്റെ മോഹനേട്ട, സുന്ദരേശന്റെ ആ വരവിന്റെ പിന്നിൽ ആ ഒരൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം ഭർത്താവിനെ നാട്ടുകാർ അംഗീകരിക്കുകയും പുകഴ്ത്തുകയൊക്കെ ചെയ്യുമ്പോ സാധാരണ ഭാര്യമാർ അതിൽ അഭിമാനിക്കും. എന്റെ ഭർത്താവ് ഇത്രയും വലിയൊരാളാണല്ലോ എന്നോർത്ത് സന്തോഷിക്കും. ഇപ്പൊ വിളിച്ചാരെന്നറിയാമോ? KSRTC ഡ്രൈവർ സുകുമാരൻ. സുകുമാരൻ ഇപ്പോ വായനശാലയിൽ വെച്ച് നാടകം കണ്ടു. സുന്ദരേശൻ പറഞ്ഞതിനേക്കാൾ വലിയ അഭിപ്രായമാണ് സുകുമാരൻ പറഞ്ഞിരിക്കുന്നത്.
സുകുമാരന്റെ ആവശ്യം എന്താ മോനോട്ടാ? കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആണോ അതോ വരുമാന ഇതാര് സർട്ടിഫിക്കറ്റ്? പറഞ്ഞു? കൈവശാവകാശ സർട്ടിഫിക്കറ്റ് 3 ദിവസം കഴിഞ്ഞ് നൽകുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. വില്ലേജ് ഓഫീസർ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ സാധിക്കേണ്ടവർ നിരന്തരമായി വിളിച്ച് നാടകം നല്ലതാണ്, നാടകം നല്ലതാണ്, നാടകം നല്ലതാണ് എന്നിങ്ങനെ അഭിപ്രായം പറയും. അത്രയല്ലേ ഉള്ളു കാര്യം. അതല്ല സത്യം എന്ന് നിനക്ക് വൈകുന്നേരം മനസ്സിലാവും. എന്റെ ഷർട്ട് മുണ്ട് തേച്ച് വയ്ക്കേ. എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോണം. ഓഫീസിലേക്ക് പോകുന്ന വഴി വായനശാല കയറി എന്റെ നാടകത്തിന്റെ റിഹേഴ്സൽ ഒന്ന് കാണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഒട്ടും താമസിക്കേണ്ട. ഷർട്ട് മുണ്ട് നല്ല ഭംഗിയായി വടിവത്തി ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് ലോക പ്രശസ്ത നാടകത്ത് നേരെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് പൊയ്ക്കോളൂ. നമസ്കാരം വക്കീലേ. മോഹനൻ സാറില്ലേ? സാർ ആഫീസ് പോകാൻ റെഡി ആവണോ? എന്താ വിധമ രാവിലെ? ഓഹോ, ഒന്നും പറയണ്ടേ വക്കീലേ. നമ്മുടെ കള്ള് ഷാപ്പ് നടത്തുന്ന ജോണിക്കുട്ടി ഒരു പുതിയ വീട് വെക്കാൻ തുടങ്ങിയായിരുന്നു. അവന്റെ കയ്യിൽ അതിനു വേണ്ടി മാത്രം കാശൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവന് ചിലപ്പോൾ ലോൺ എടുക്കേണ്ടി വരും. അങ്ങനെ ബാങ്കിൽ ചെന്നപ്പോ അവര് കുറേ കടലാസ് ചോദിച്ചു. അങ്ങനെ കടലാസുകളൊക്കെ നോക്കി വന്നപ്പോഴാ സർവേ നമ്പറിൽ ചെറിയൊരു കുഴപ്പം. ജോണിക്കുട്ടിയുടെ അപ്പച്ചന്റെ ഭൂമിയായിരുന്നത്. അത് ജോണിക്കുട്ടിക്ക് ഇഷ്ടദാനം കൊടുത്തതാണ്. അങ്ങനെ ഇഷ്ടദാനം എഴുതിയത് കൊണ്ട് സർവേ നമ്പറിലെ കുഴപ്പം അന്ന് ആരും ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോ ഈ 2 സർവേ നമ്പറുകളും ഒന്നാണെന്നുള്ളത് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയേ പറ്റൂ. നമ്മുടെ മോനയുടെ സാറിന് ജോണിക്കുട്ടി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് തരുന്നതിലൊരു പ്രശ്നം കാണൂലല്ലോ എന്ന് പറയാൻ പറ്റില്ല ഉത്തമ. രാവിലെ മുതലേ മോഹനയുടെ ഭയങ്കര ദേഷ്യത്തിലാ. അയ്യോ, ഈ അവസ്ഥയിൽ ഉത്തമൻ വന്ന് സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യം സംശയമാണ്. അയ്യോ, എന്ത് വെക്കില്ലേ പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാവുന്നു? ഒരു പ്രശ്നമില്ല. പ്രശ്നം നാടകമാണ്. നാടകത്തിന്റെ ആന്ന്